കുറിച്ച് അവളോട് പറയണ്ടല്ലോ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഉണ്ട് തമ്പുരാനെ എന്നൊന്ന് പറഞ്ഞേ. ഏതൊരു ബിഗ് ബോസ് സീസണിന്റെയും മഹാഭാഗ്യമാണ് റിയാസ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി. പിന്നെ പ്രേക്ഷകർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ബ്രില്യന്റ് ആയതുകൊണ്ടാവാം ജഡ്ജി ആവണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പിന്നെന്താ പറ്റിയേ? ഇപ്പോഴും ഞാൻ അത് തന്നെയല്ലേ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ബിഗ് ബോസിൽ ഒരാൾക്ക് ജയിക്കാൻ വേണ്ട എല്ലാ കണ്ടന്റുകളും അപ്പുറത്ത് നിന്ന് കൊടുക്കാൻ ശേഷിയുള്ള ഒരു മികച്ച മത്സരാർത്ഥിയാണ് റിയാസ്. അത് കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് അധികം അനങ്ങാതിരുന്ന ഷാനവാസ് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഫയറാക്കി മാറ്റാനും നമ്മുടെ റിയാസിന് കഴിഞ്ഞു. സത്യം പറ, നിങ്ങൾ തല്ലിയോ? അങ്ങനൊന്നുമില്ല, എനിക്കും കിട്ടിയല്ലേ. ഏതാണ്ട് ഈ വീക്കിലും അടുത്ത വീക്കിലും ഒക്കെ എവിക്റ്റായി പോകാൻ സാധ്യതയുണ്ടായിരുന്ന നമ്മുടെ ലക്ഷ്മിയെ ഏറ്റവും മികച്ച രീതിയിൽ വോട്ടിങ്ങിൽ ഒരു വലിയ കുതിപ്പുണ്ടാക്കി കൊടുക്കുന്ന റിയാസിന് കഴിഞ്ഞു. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. ഇന്നലെ പല പ്രാവശ്യം ഷാനവാസ് റിയാസിനെ എടാ പോടാ എന്ന് വിളിച്ചത് നോക്കിക്കോ, ഞാൻ ഈ സാറിനോട് എല്ലാം പറഞ്ഞു കൊടുക്കും. സത്യം പറഞ്ഞാൽ ഷാനവാസെ താങ്കൾ കാണിച്ചത് വളരെ മോശമാണ്. അതുകൊണ്ട് എന്റെ പൊന്ന അന്നി, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇനി വന്നേ. എടാ പോടാ എന്നൊക്കെ വിളിച്ച് സംസാരിക്കേണ്ടത് ആണുങ്ങളെയാണ്. പേഴ്സണൽ ആയിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു. ആണുങ്ങളെയുടെ മുഖത്ത് നോക്കി വിളിക്കേണ്ട വിളി റിയാസിനെ നോക്കി വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അയാൾക്ക് മാനസിക വിഷമം ഉണ്ടാവും. ഇതൊരു മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. സാമാന്യ മര്യാദയില്ലാത്ത റിയാസ് രാവിലെ ഉറക്കം എണീച്ചു വന്ന ഷാനവാസിനെ കൊണ്ട് തന്റെ ബെഡ്ഷീറ്റ് വിരിച്ചിടിപ്പിക്കണമെന്ന് നിർബന്ധിക്കുകയാണ്. എന്റെ ചോരയങ്ങ് തിളച്ച് കയറി. പിന്നെ എനിക്ക് കണ്ണൂടാ, ഞാൻ അങ്ങോട്ട് ഇടി തുടങ്ങി. കയറി വരുന്ന ഒരു അതിഥി നമ്മളോട് മര്യാദയ്ക്കും വീട്ടുകാരോട് മര്യാദയ്ക്കും പെരുമാറിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ദൃശ്യം സിനിമയിൽ കയറി വന്ന അതിഥിയെ ലാലേട്ടൻ തട്ടിയത് കണക്ക്. തട്ടണമെന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷെ അടിയെങ്കിലും കൊടുത്ത ആൾക്കാർ പറഞ്ഞു വിടും. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. കുടുംബത്തുകാർ വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും. പിന്നെ എനിക്ക് അർജന്റ് ആയിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്, വണ്ടി എടുക്കണ പൊട്ടാ.